ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ റംസാനും ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ലിവിങ് റൂം ക്ലീനിങ് ആണ് കാണിക്കുന്നത്. പിന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ കുറച്ച് പേര് കമൻസിൽ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇന്ന് ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ രാവിലത്തെ നാശ്തപ്പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിനി, അതായത് ക്ലീനിങ് ആക്കാൻ തുടങ്ങിയിനി. രാത്രിയത്തെ കുറച്ച് പൊറോട്ടയുണ്ട്, പിന്നെ അരിപ്പത്തിരിയും ചുട്ടിട്ടുണ്ട്, പിന്നെ ഇതാ ലിവർ കറി വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാശ്തൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മുടെ അടുത്ത പള്ളിയിൽ എന്തോ വാർഷികത്തിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് നെയ്പ്പത്തിരിയെല്ലാം ചുട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകലാണ്. തേങ്ങ ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിട്ട് കുറേ തേങ്ങ ഒന്നിച്ചാണ് നമ്മൾ ചരച്ച് വെക്കുന്നത്. ഇതുപോലെ ചരച്ച് വെച്ചാൽ നമുക്ക് പിന്നെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലേ. അപ്പോൾ അതുപോലെ ചരച്ച് വെച്ച് ഫ്രീസറിൽ വെക്കലാണ്. ഇപ്പോൾ റംദാൻ പ്രിപ്പറേഷൻസിൻ്റെ 2 ഭാഗമായിട്ട് ഞാൻ 2 വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു വീഡിയോയിൽ ഞാൻ തേങ്ങ ചിരകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തേങ്ങ കുറേ ചിരകി വെച്ച് ഫ്രീസറിൽ എടുത്ത് വെക്കുന്നത്. അപ്പോൾ കുറേ ആൾ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അതിന്, ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടിയാണോ അല്ല പുറത്ത് വെക്കേണ്ടിയാണോ, ഇതുപോലെ ചെയ്താൽ കേടാവില്ലേ, അങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. തേങ്ങ പെട്ടെന്ന് പോകുന്ന സാധനമല്ല. ഇതെന്തായാലും കുറേ ചിരകി വെക്കുമ്പോൾ നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. നമ്മളിപ്പോൾ എത്ര ചിരകി വെച്ചാലും ഫ്രീസറിൽ വെച്ചാൽ ഒന്നും ആവില്ല. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന സമയം, യൂസ് ആക്കുന്ന സമയം പുറത്തെടുത്ത് വെച്ചാൽ നമുക്ക് നല്ലപോലെ യൂസ് ആക്കാൻ പറ്റും. അതേപോലെ ബാക്കി വരുന്ന തേങ്ങ ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാ തേങ്ങ ചിരകി കഴിഞ്ഞു നമ്മൾ അതേ ഗ്രൈൻഡറിൽ തന്നെ നെയ്പ്പത്തിരിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരി അരക്കലാണ്. തേങ്ങ ചിരകലും അരി അരക്കലും എല്ലാം കഴിഞ്ഞ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഇതാ ഉമ്മ നെയ്പ്പത്തിരി ചുടുന്നതാണ് കേട്ടോ പള്ളിയിലേക്ക് വേണ്ടിയിട്ട്. ആ സമയം ഞാൻ നമ്മുടെ ലിവിങ് റൂം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കീഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ലൈറ്റ് ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനമെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മാറാലെടുക്കുന്നതും പിന്നെ പൊടി തട്ടുന്നതും എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ക്ലീനിങ് ചെയ്യാനെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും ആദ്യം മാറാലെടുക്കലാണ് നല്ലത്. അതാവുമ്പം ജനലിൻ്റെയും പിന്നെ റൂമിൻ്റെ മൊത്തം മാറാലെല്ലാം എടുത്താൽ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജനലിൻ്റെ എടുത്ത് കഴിഞ്ഞ് പിന്നെ റൂമിൻ്റെ മൊത്തം എടുക്കലാണ് കേട്ടോ. കേട്ടീന് നമ്മൾ അടുത്ത് അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് ചെയ്യുന്നില്ല. മാറാലയുടെ കാര്യം കഴിഞ്ഞ് പിന്നെ പൊടി തട്ടലാണ്. ഇപ്പോൾ നല്ലോണം പൊടിയുള്ള ടൈമല്ലേ, വെറുതെ റൂം അടച്ചിട്ടാലും എങ്ങനെ വെച്ചാലും പൊടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ജനലിൻ്റെയും ബാക്കി നമ്മളെ ഫേർണിച്ചറിൻ്റെ കാര്യമെല്ലാം പൊടി തട്ടിയെടുക്കുക. പിന്നെ കുറേ പേര് മുളകിൻ്റെ ഡൗട്ട്സ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുളക് ഉണക്കണോ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കണോ അങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുളക് 3 ദിവസം നമ്മൾ വെയിലത്തിട്ട് ഉണക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് കേടായിപ്പോവും. നല്ല പോലെ വെയിലത്ത് 3 ദിവസം ഇട്ടാൽ ഒന്നും ആവില്ല. അത് വെയിലത്തിട്ടിട്ട് പൊടിച്ചതിന് ശേഷം ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന്. എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ പിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ നിരത്തി വെക്കണം. എന്നിട്ടതൊരു 2-3 മണിക്കൂർ നിരത്തി വെച്ചാൽ എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സ്റ്റോർ ചെയ്യുന്നത് അത് ഒരു പ്ലാസ്റ്റിക് കവറിൽ സ്റ്റോർ ചെയ്താൽ അതിൻ്റെ മണവും പോവില്ല, അതിൻ്റെ ടേസ്റ്റും പോവില്ല, അതേ കളറും ഉണ്ടാവും, നല്ല ഈലുണ്ടാവും. നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യുമ്പം ഇത് വേറൊരു ചെറിയ ബക്കറ്റിലോ ആക്കിയിട്ട് എടുത്താൽ മതി. അത് ഞാൻ ആ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ആയിട്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി കണ്ടാൽ മതി.
അങ്ങനെ പൊടിത്തട്ടെല്ലാം കഴിഞ്ഞ് ജനലും പിന്നെ നമ്മുടെ വിൻഡോ ഗ്ലാസ്സിലെ അതെല്ലാം വെള്ളം മുക്കി തുടക്കലാണ്. വെള്ളം മുക്കിയിട്ട് ഒരു 2-3 വെള്ളത്തിൽ ഡ്രൈ ആയിട്ട് ഈ ഫേർണിച്ചറെല്ലാം തുടക്കുമ്പം ഡ്രൈ ആയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ജനലെല്ലാം ഒരു 2-3 വെള്ളത്തിൽ തുടച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ഇതാ ടീപ്പോയും സോഫ എല്ലാം നല്ല ഡ്രൈ ആയിട്ട് തന്നെ തുടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഫേർണിച്ചറെല്ലാം ഞാൻ അടുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാര്യമായിട്ട് അങ്ങനെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ റഫായിട്ടൊന്ന് ക്ലീൻ ചെയ്തതാണ്. ഇനി റൂം മൊത്തമായിട്ടൊന്ന് അടിച്ചു വരാം. പിന്നെ കുറച്ച് പേര് ജീരകത്തിൻ്റെ ഡൗട്ട് ചോദിക്കുന്നുണ്ടായിന്. ജീരകം കഴുകി ഉണക്കണോ എന്നെല്ലാം ചോദിച്ചിട്ട്. ജീരകം നമ്മൾ കഴുകി ഉണക്കലില്ല കേട്ടോ. കഴുകി ഉണക്കിയാൽ അതിൻ്റെ ഒരു മണവും ടേസ്റ്റെല്ലാം മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ കഴുകാണ്ട് ഞാൻ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കച്ചറെല്ലാം എടുത്ത് ഉണക്കിയിട്ട് പൊടിക്കലാന്ന് കേട്ടോ. അതാകുമ്പം അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറെല്ലാം മാറില്ല, അതുപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞ് ഫുള്ളൊന്ന് മോപ്പ് ചെയ്യലാന്ന്. നമ്മൾ ലൈസോലാണ് കേട്ടോ ഫ്ലോർ ക്ലീനറായിട്ട് യൂസ് ചെയ്യുന്നത്. ലൈസോളിൽ കുറേ കളറുണ്ട്, പക്ഷേ ഈ യെല്ലോ കളർ ഭയങ്കര സ്മെല്ലും നല്ല ഫിനിഷിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് വേറെ ഇതിനേക്കാളും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നോക്കൂ, നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ പുതിയ റെസിപ്പിയായിട്ടോ വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.